ബാക്കിൻ്റെ അതിന് ബ്രേക്ക് പാഡിന് മാത്രം 3000 രൂപയാണ്. ഇതാണ് ഗൈസ് ആഫ്റ്റർ വാഷ് ആൻഡ് ആഫ്റ്റർ സർവീസ് ലുക്ക്. ട്രീ ഒക്കെ വന്നു ഗൈസ്. ഡിമാർട്ടില് ക്രിസ്മസ് ട്രീ ഒക്കെ വന്നു തുടങ്ങി. ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് 1 year ആയി. 1 year ആനിവേഴ്സറി നമ്മുടെ ഗൊറില്ല എടുത്തിട്ട് 1 year ആയി ഗൈസ്. ഇതാ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ വണ്ടിയുടെ 3rd സർവീസ് ആയിട്ടുണ്ട്. അപ്പോൾ 3rd സർവീസിന് ഞാൻ പോകാമെന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ 3rd സർവീസ് പോയി ചെയ്യാം. രാവിലെ ഒരു 9:30ക്കാണ് അവിടെ നമ്മൾ എത്തേണ്ടത്. ഇപ്പോൾ സമയം ഒരു 9:15. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. 3rd സർവീസ് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ലുക്ക് നമുക്ക് കാണാം. വലിയ കാര്യമായിട്ടൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല. ജസ്റ്റ് 3rd സർവീസിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഗൈസ്, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ 3rd സർവീസിൽ ഞാൻ വണ്ടിയിൽ എന്തൊക്കെയാണ് അവർ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കോസ്റ്റൊക്കെ എത്രയാവുന്നതെന്ന് അറിയണമെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ഗൊറില്ല. ഇത് നല്ലൊരു മൂടി ക്ലൈമറ്റാണ് ഗൈസ്. ക്ലൈമറ്റ് നല്ല വെയിലൊന്നുമില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ട്. നവംബർ ഡിസംബറൊക്കെ ആയതുകൊണ്ട് തണുപ്പ് തുടങ്ങി ഗൈസ്. അപ്പോൾ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുക. ഒരു ചെറിയൊരു ഫോഗൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ചെറിയ തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ടേക്ക് പോവാം. റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്ററിലെത്തി. ഞാൻ എടപ്പള്ളിയിലുള്ള സർവീസ് സെൻറ്ററിലാണ് ഗൈസ് വന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. 3rd സർവീസിന് ഞാനിവിടെ കൊടുത്തു. വണ്ടി ഓൾമോസ്റ്റ് ഒരു 4500 കിലോമീറ്ററോ 4300 കിലോമീറ്റർ എന്തോ ഓടിയിട്ടുള്ളൂ. 4344. നോർമലി 3rd സർവീസ് ചെയ്യുന്നത് 10,000 കിലോമീറ്ററിലാണ് ഗൈസ് 3rd സർവീസ് വരുന്നത്. 1 yearഉം 10,000 കിലോമീറ്ററും. വണ്ടി കുറച്ച് ഓടിയിട്ടുള്ളൂ. 1 year ആയിട്ട് വലിയ ഓട്ടമൊന്നും ഇല്ല ഗൈസ്. ബിഫോർ സർവീസ് വണ്ടിയുടെ ലുക്ക് സർവീസ് കഴിഞ്ഞിട്ട് കാണാൻ. ഇനി സർവീസ് സെൻറ്ററിലെ അവസ്ഥ നോർമലി ഒരു 9:30ക്കൊക്കെ ഇങ്ങനെ വണ്ടികൾ വന്ന് തുടങ്ങും സർവീസിന്. അപ്പം നമ്മൾ മോർണിംഗ് ഒരു 9:30 10 വന്നാലേ നമുക്ക് വണ്ടി ഇന്ന് തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവർ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലേറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നാളെയൊക്കെ ഇല്ലെങ്കിൽ മൺഡേ ഒക്കെ കിട്ടുള്ളൂ. ഇന്ന് സാറ്റർഡേ ആണ്, പിന്നെ മൺഡേ കിട്ടുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ എന്തായാലും നേരത്തെ വരണം സർവീസ് സെൻറ്ററിൽ വരുമ്പോൾ. കുറേ വണ്ടി എൻഫീൽഡിൻ്റെ കുറേ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഗൈസ്. ഇത്രയും വണ്ടി ഇപ്പോൾ സർവീസിന് വന്നതാണ്. അപ്പോൾ ഇനി പതിയെ ഓരോ വണ്ടിയായിട്ട് കയറിയിട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കും. എനിക്കിത് ഇന്ന് തന്നെ കിട്ടുമോയെന്ന് ഇന്ന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കിട്ടുമോയെന്ന് ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരേണ്ടി വരും. എനിക്ക് ലോഞ്ച് ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ ലോഞ്ച് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ലോഞ്ച്. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നില്ലേ. ഞാനെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇരുന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതാണ് സർവീസ് നടക്കുന്ന സ്ഥലം. ഇവിടെയാണ് വണ്ടി സർവീസ് എല്ലാം ചെയ്യുന്നത്. 3rd സർവീസ് അല്ലേ? 3rd ഫ്രീ സർവീസ് അല്ലേ നമുക്കറിയാം. റീപ്ലേസ് ആണോ? ഫുള്ള് മാറ്റുക ചെയ്യാം. വേറെ കംപ്ലൈൻസ് ആയിട്ടൊന്നും ഇല്ല. ഹെൽമെറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകണം. 6857 വണ്ടി നമ്പർ 7903 KL 37F. ഇവിടെ കുറേ ഹെൽമെറ്റ് ഇങ്ങനെ വെച്ചോണ്ട് ഗൈസ്. നമ്മളെ ഹെൽമെറ്റ് വെച്ചിട്ട് പോവാം. ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്പർ മാറി എടുത്തിട്ട് പോവില്ല ആരും. ഓക്കെ, നമ്മുടെ വണ്ടി സർവീസ് കൊടുത്തു. അറൗണ്ട് ഒരു 2-3 മണിക്കൂറാവും. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനോർത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതിനു മുമ്പ് മറ്റേ വണ്ടിയുടെ ബാക്ക് റെസ്റ്റ് ഒന്ന് എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെയിൽസിലാണ് ആക്സസറീസിലാണ് ഉള്ളത്. ഞാൻ അവരുടെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് അതുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ട് പോയാൽ ഇവർ തന്നെ അത് വാങ്ങിയിട്ട് അവരിങ്ങോട്ട് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവരത് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങാം. ഞാൻ ആക്സസറീസ് ചെക്ക് ചെയ്ത് ഗൊറില്ലയ്ക്ക് ബാക്ക് റെസ്റ്റ് ഇല്ല ഗൈസ്. ആഫ്റ്റർ മാർക്കറ്റേ ഉണ്ടാവുള്ളൂ. എന്തായാലും റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എപ്പോൾ ഇറങ്ങുന്നു നേരെ കാക്കനാട് പോകണം. എത്ര? ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. എൻ്റെ ബൈക്കിൻ്റെ കീൻ്റെ അകത്താണ് എൻ്റെ സ്കൂട്ടറിൻ്റെ കീ ഉള്ളത്, ഫ്ലാറ്റിൻ്റെ കീ ഉള്ളത്. ഞാനത് അവിടെ കൊടുത്തിട്ട് ഞാൻ ബസ് കയറി. പിന്നെ ബസ് ഇറങ്ങി ഗൈസ്. ഇനി അത് അടുത്ത് തന്നെയാണ്, പോയി വാങ്ങിയിട്ട് വരാം, പോയി എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റ് പൂട്ടാൻ പറ്റത്തില്ല. ഇനി തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ ഫ്ലാറ്റ് കയറാനും പറ്റില്ല. ഫുൾ സീനായിട്ട് ഇതായിരിക്കുന്നു വണ്ടി. നമ്മുടെ കീ
ഈ കീ എടുത്തിട്ട് പോവാം. ഓ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഗൈസ്. ഇനി കാക്കനാട് എത്തണം. കാക്കനാട് പാലച്ചോട് എത്തണം. നമുക്ക് ഊബറും ക്യാബും ഒന്ന് ബുക്ക് ചെയ്യാണ്ട് ബസ്സിൽ തന്നെ കയറി നമ്മൾ കാക്കനാട് എത്താൻ പറ്റുമോ നോക്കാം. ഇവിടുന്ന് ബസ്സുണ്ടോയെന്നൊന്നും അറിയില്ല, നോക്കാം. ഞാൻ നേരത്തെ കയറിയ ബസ് ആ ജംഗ്ഷൻ വരെ പോകുന്നുണ്ട്, വൈറ്റിൽ പോകുന്ന ബസ്സായിരുന്നു ഗൈസ്. സോ അവിടുന്ന് ഇറങ്ങി ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ ഇനി ബസ്സിൽ മാത്രം കയറി നമ്മൾ കാക്കനാട് ബസ് ട്രാവലിൽ നമുക്ക് കാക്കനാട് എത്താൻ പറ്റുമോ നോക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഊബർ എടുക്കേണ്ടി വരും ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്, അവിടെ പോയി നിൽക്കാം. എടപ്പള്ളി ജംഗ്ഷനിലാണ് ഗൈസ്. നമ്മൾ ആ പൂക്കാട്ട് വഴി കാക്കനാട് പോകുന്ന റോഡ് കട്ടാവുന്ന അവിടെയാണ്. ഇവിടെ നിന്ന് എന്തായാലും കാക്കനാടിക്ക് ബസ് ഉണ്ടാവുമെന്ന് അറിയാം. പൂക്കാട്ട് വഴി എന്തായാലും ഞാൻ കുറേ ബസ് പോകുന്ന കണ്ടു. അപ്പോൾ എന്തായാലും അതിൽ കയറി അവിടെ നിന്ന് കണക്ട് ചെയ്ത് പോവാം കാക്കനാട്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാം. എന്നിട്ട് ബസ് വരെ വരുന്നുണ്ടോ നോക്കാം. ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, ബസ്സൊന്നും വരുന്ന പോലെ ഇല്ല. അപ്പം ഞാൻ എൻ്റെ മിഷൻ ഫ്ലോപ്പായി ഗൈസ്. ഇനി ബസ്സിൽ മാത്രം നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. കൊച്ചിയിൽ കുറച്ച് ചടങ്ങാണ് ഗൈസ്. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. സമയം ഒരു 11 മണിയായി. അപ്പോൾ ഇനി വീട്ടിൽ പോയാലേ കഴിക്കാൻ പറ്റും, ഫ്ലൈറ്റിൽ പോകാൻ. അതുകൊണ്ട് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു ഗൈസ്. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ക്യാബ്. ഇനി ഇവിടുന്ന് ബസ്സിൽ കയറി ഞാൻ എത്തണമെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കും. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അത് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു. ഞാൻ ഫ്ലാറ്റിലെത്തി ഫൈനലി. ഒരു 11 മണിയായി കേസ്. നല്ല വിശപ്പുണ്ട്, നേരെ പോയിട്ട് കഴിക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ വണ്ടി എടുക്കാൻ പോകുമ്പോൾ കാണിക്കാം. അതുവരെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും വണ്ടി എടുത്തിട്ട് സർവീസ് എത്രയായി, കോസ്റ്റ് എത്രയായി, സർവീസ് കോസ്റ്റ് എത്രയൊക്കെ എന്നൊക്കെ പതി കാണിക്കാം. നമ്മുടെ വണ്ടിയുടെ സർവീസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഒരു 5 മണിയായി. അപ്പോൾ അവരിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6-6:15 ആകുമ്പോൾ എത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ജോയിൻ ചെയ്യുന്നു. അതാരാന്ന് ഇപ്പോൾ കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇതാ നമ്മുടെ ആദ്യം കൂടെ വന്നിട്ടുണ്ട്. എന്ത് സാധനം? ഓ ആദ്യം കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ പോയി 2 പേരും കൂടെ പോയിട്ട് ഞങ്ങൾ വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് വരാൻ പോകാം ഗൈസ്. എന്തിനും ഓടാനൊന്നും പറ്റൂല. അപ്പോൾ നമ്മളൊരു ഊബർ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സ്കൂട്ടർ ഉണ്ട്, പക്ഷേ ഇവർക്ക് സ്കൂട്ടർ ഓടിച്ച് എൻ്റെ പുറകെ വരാൻ ഇവർക്ക് ഭയങ്കര മടിയാണ്. എന്താ ബ്രേക്ക് ഉണ്ട്, ഒന്ന് പോയാ ഗൈസ്. വണ്ടിക്ക് ബ്രേക്ക് എല്ലാം ഉണ്ട്. മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റും. ഞാൻ ഓടിക്കുന്നതാണ്. അത് സ്കൂട്ടർ എല്ലാം അങ്ങനെയാണ്. അത് ഡിസ്കൊന്നും അല്ല, പഴയ സ്കൂട്ടറാണിത്. ഓക്കെ, ഡിസ്കൊന്നും അല്ല. അപ്പൊ അത് ഇവിടെ ബ്രേക്ക് പിടിച്ച് അപ്പുറം പോയി നിൽക്കുന്ന സ്കൂട്ടർ സ്കൂട്ടർ യൂസ് ചെയ്യൂല. ഇവ വാങ്ങിയപ്പോ തൊട്ട് അവിടെ ചുമ്മാ അവിടെ നിർത്തിയിട്ടായിരുന്നു. എന്നും അത് അവിടെ തന്നെ, ആരും എടുക്കലില്ല. അത് എന്നോട് വർഷത്തില് അല്ല, അത് ഓടിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, ഇവക്ക് പറ്റൂലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് ഓട്ടോ വരും. വണ്ടി ഇതുപോലെ നിങ്ങൾ ഓടിക്കോ, നല്ല ബ്രേക്കുള്ള വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അയ്യോ ശരി, നമ്മുടെ ഓട്ടോ ഇപ്പൊ ക്യാബിൽ പോരും. നമ്മൾ അത് കേറിട്ട് നമുക്ക് പോയി എടുത്തിട്ട് വരാം. ഞാൻ എന്റെ വണ്ടിയൊക്കെ നല്ല നിന്റെ വണ്ടി ഞാൻ പറഞ്ഞോട്ടെ, ഇവളുടെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഇവൾ ഒരു വ്ളോഗ് ഇടുക ഗൈസ്. എന്നിട്ട് ഇവള് പറയട്ടെ, നീ നിന്റെ വണ്ടിയുടെ ഒരു വ്ളോഗ് ഇടും. എന്നിട്ട് നിന്റെ വണ്ടിയുടെ അവസ്ഥ എന്താ നല്ല സെറ്റപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്റെ വണ്ടി. ഞാൻ വെച്ചില്ലെങ്കിലും അച്ഛൻ വെക്കും. ഇവൻ എന്താണെന്നറിയോ, ഇവൻ ആ വണ്ടി ചുമ്മാ വാങ്ങിച്ചു. ഇവന് ആവശ്യമില്ല. ഇവൻ ബൈക്കാണ് ചുമ്മാ വാങ്ങിച്ചല്ലേ, നല്ല ആവശ്യമുണ്ട് സാധനങ്ങൾ വാങ്ങാൻ. എല്ലാത്തിനും നല്ല സ്കൂട്ടറാണ് ഗൈസ്, ഭയങ്കര യൂസ്ഫുൾ. ചുമ്മാ അവിടെ പോയി പൊടി പിടിച്ചിരിക്കുക. അത് എപ്പോഴേലും ഒക്കേഷണലി എടുക്കും ഗൈസ്. ഓക്കെ, എന്നാ കുഴപ്പമില്ല, ഇന്ന് എടുക്കണ്ട, നമുക്ക് ഓട്ടോയിൽ പോവാം. പോരെ, മതി. എന്നാ നീ ഹെൽമെറ്റ് എടുത്തിട്ട് പോവാ. വൈബില് പോയി ഇവന്റെ വൈബിൽ ഓടിക്കാന്ന് വിചാരിച്ച ഗട്ടറില് പതുക്കെന്ന് പറഞ്ഞൊരു ചാട്ടം. നമ്മൾ ഈശ്വര നമ്മൾ വല്ല എന്തായാലും പടുകുഴിയിലേക്ക് വീണോന്ന്. പക്ഷെ ആയിരിക്കില്ല, ഒരു ചെറിയ ഗട്ടറായിരിക്കും. അതുപോലും കേറിപ്പോയി. അപ്പോഴേക്ക് ഹെൽമെറ്റ് എടുത്തിട്ട് വാ. കൂടുതൽ സംസാരിക്കല്ലേ. ഹെൽമെറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഒരാള്. എന്താ എന്തിന്? വണ്ടി മര്യാദക്ക് സെറ്റ് ചെയ്ത് വെക്ക്. ഓഹോ, വണ്ടി മര്യാദക്ക് സെറ്റ് ചെയ്ത് വെക്ക. അല്ല കുഴപ്പമില്ല, ഞാൻ എന്റെ സ്കൂട്ടർ ഞാൻ ഓടിച്ചോളാം. നീ ഓടിക്കണ്ട. നിന്റെ സ്കൂട്ടർ നീ എടുത്തിട്ട് വാ. നിന്റെ സ്കൂട്ടർ എടുത്തിട്ട് വന്ന് നീ ഓടിച്ചോ. കളിക്കല്ലേ, ഫോണിലെറിയതാ നീ. ഗൈസ്, നമ്മുടെ കാർ ഇവിടെ കിടക്കുന്നത്. കാർ എടുത്ത് പോവാൻ നോക്കുമ്പോൾ കാറും ഇവിടെ ഓടിക്കൂല. ഞാൻ എന്താ ചെയ്യുക അവസ്ഥ? കാർ ഓടിക്കും, ശരിയാ, കാർ ഇവിടെ ഓടിക്കും. പക്ഷെ എന്നാലും കാർ എടുത്ത് പോയാൽ ഇനി അത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഫുള്ള് സീനാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഓട്ടോ എടുത്ത് പോവാം. നമ്മുടെ ഫ്ലാറ്റിലെ ആൾക്കാരൊക്കെ പുറത്ത് വന്നിരിക്കുന്നു. നല്ല ക്ലൈമറ്റ്. അപ്പോൾ ഇന്ന് ഡിസംബർ ആയതുകൊണ്ട്
ഡിസംബർ ഓൾമോസ്റ്റ് ആവാൻ പോകുന്നത്. നവംബർ എൻഡായി. ഡിസംബറിന്റെ ഫീൽ ഉണ്ട്, നല്ലൊരു മൂടി ക്ലൈമറ്റ്. അതാ നവംബർ. നല്ല തണുപ്പാണ്. നവംബർ എൻഡായി. അപ്പോൾ വെയിലൊന്നും ഇല്ല, നല്ല തണുപ്പാണ് ഗൈസ്. അപ്പോൾ പുറത്തു വന്ന് ഇരിക്കാനൊക്കെ നല്ല വൈബാണ്. നമ്മുടെ ഫ്ലാറ്റിലെല്ലാം ചെറിയ മഞ്ഞുണ്ട്. അതാ അവിടെയൊക്കെ മൂടിയായിട്ടാണ് ഉള്ളത്. ഡിസംബർ എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്. ഞങ്ങൾ ചെന്നൈ വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ഒരു കോൾഡ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടിക്കോളും പതിയാ. കിട്ടൂല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങാം. നമ്മുടെ വണ്ടി വരട്ടെ. വിശക്കുന്നു. സമയം ഒരു 5 മണിയായി ഗൈസ്. അതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാനുള്ള സമയം ആയിരിക്കുന്നു. അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ചായയൊക്കെ കുടിക്കാം. നമ്മൾ ഊബർ ഓട്ടോയിലാണ് പോകുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഊബർ ഓട്ടോയിൽ പോകുന്നത് അല്ലേ? കൊച്ചിയിൽ ഇങ്ങനെ സാധാരണ പോകാറില്ലല്ലോ. സർവീസ് സെന്ററിൽ അവിടെ എത്തി. നമ്മളെ ജേർണി ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. നമ്മളൊരു ഓട്ടോ ഡ്രൈവർ, ആൾക്ക് എല്ലാ വഴിയും അറിയാൻ തോന്നുന്നു. അപ്പോൾ ആള് മാപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് പുള്ളിക്ക് എല്ലാ വഴിയും അറിയാം. എന്ന് വെച്ചാൽ ഈ മെട്രോന്റെ അവിടെ കയറാണ്ട് പുള്ളി പല ചെറിയ വഴി കൂടെ വന്നത്. പിന്നെ ഓട്ടോയുടെ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ. ഓക്കെ, അപ്പൊ അത്ര നമുക്ക് പോവാം. ലാസ്റ്റ് ഇറങ്ങുമ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ചേട്ടന് മറ്റേ ഈ മാപ്പ് ഒന്നും നോക്കണ്ടേ? അപ്പൊ ആള് 25 വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്, എല്ലാ വഴിയും അറിയാം. എന്തൊക്കെ കാണാൻ കിടക്കുന്ന പറഞ്ഞ ആള്. ഇത്ര പെട്ടെന്ന് ഒരു വണ്ടിയിൽ വന്നാലും ഇവിടെ എത്തൂല. അത്രയും ചെറിയ വഴി കൂടെ നമുക്ക് അകത്തേക്ക് കയറിട്ടെ നമ്മളെ വണ്ടി വാങ്ങിട്ട് പോവാം. വിശക്കുന്നില്ലേ? ഒരു ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണം. പിന്നെ ഇന്നത്തെ ഡേ വണ്ടർഫുൾ ആക്കിയ ഓട്ടോ ചേട്ടന് താങ്ക്സ്. നിങ്ങൾക്ക് സെറ്റാക്കാൻ അറിയോ? എനിക്ക് അറിയില്ല, യൂട്യൂബ് നോക്കണം. എനിക്കറിയാം, പക്ഷെ ഒരു സൈഡ് അറിയുള്ളൂ കേട്ടോ. ഒരു സൈഡ് സെറ്റാക്കി. ഇവിടെ വന്നപ്പോൾ വണ്ടി ഒരു 10 മിനിറ്റ്സും കൂടെ എടുക്കുമെന്ന് പറഞ്ഞു വാഷ് ചെയ്യാനായിട്ടേക്കാണെന്ന്. സോ അപ്പോൾ നമുക്ക് ചുമ്മാ ഈ ന്യൂസ് ഒന്ന് കണ്ടിട്ട് ഒരു 10 മിനിറ്റ്സ് ഇവിടെ വെയിറ്റ്. ഓറഞ്ച് മാത്രം ഓൺ സൈഡ് ആക്കി തരാം കേട്ടോ. റെഡ് അങ്ങനെ പെട്ടെന്ന് മാറ്റി എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഓക്കെ, നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ റെഡ് കളർ 1 സൈഡ് മാത്രം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫുൾ ആക്കണമെങ്കിൽ ആ ഫോർമുല എല്ലാം ഞാൻ മറന്നുപോയി. ഇനി ഇത് പഠിച്ചിട്ട് ഞാൻ പതിയാക്കി തരാം കേട്ടോ. എന്താ ഫുള്ളാക്കണ്ടല്ലോ, ഞാൻ ഒരു സൈഡ് ആക്കുമെന്നല്ലേ പറഞ്ഞത്. ആക്കിയത് കൊണ്ട് അതെ, ഞാൻ ആക്കിയത് കൊണ്ട് നിനക്ക് ചായ വാങ്ങിത്തരണമല്ലേ? വാങ്ങിത്തരാം. ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ TV ഉണ്ട്, ചെസ് കളിക്കാനുള്ള ബോർഡുണ്ട്, പിന്നെ റുബിക്സ് ക്യൂബ്, പിന്നെ വേറെന്താ ഉള്ളത്? പിന്നെ കുറേ ബോർഡല്ലല്ലോ, പോസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ആക്സസറീസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെയാണ് ബില്ല് ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് വണ്ടിയായി ബില്ല് ചെയ്തിട്ട് പോവാം. ഓയിലിന്റെ ഫിൽറ്റർ 110 രൂപ വരും. ബ്രേക്ക് പാഡ് ബാക്കിലത്തെ 3042 രൂപ വരും. പിന്നെ ക്ലീൻസർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റസ്റ്റ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ഇതാണ് റോയൽ എൻഫീൽഡിന്റെ റൈഡ് കാലണ്ടർ. ഇതിൽ ഏതൊക്കെ മാസം ഏതൊക്കെ റൈഡ് പോകുന്നു, ഏതൊക്കെ ദിവസം ഏതൊക്കെ റൈഡ് പോകുന്നു എന്ന് പറയുന്നത് ഇവിടെ ഈ കാലണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോവാം. ബില്യൺ ഗേറ്റ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് വണ്ടി എടുക്കാം. വണ്ടിക്ക് നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് സർവീസ് കഴിഞ്ഞിട്ട്. കൊള്ളാം. ഹെൽമെറ്റൊക്കെ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഫൈനലി നമ്മൾ വണ്ടി കിട്ടി. വേറെയും കുറേ വണ്ടിയൊക്കെ സർവീസിന് വന്നിട്ടുണ്ട്. രാവിലെ കൊടുത്താണ്. നമുക്കിത് വാങ്ങി ഇറങ്ങിയിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ പോവാം. ഇത് ചായ കുടിക്കാൻ വേണ്ടി വന്നു. കുറേ സ്നാക്സ് ഉണ്ട്. എന്താ വാങ്ങുന്നത്? വിശക്കുന്നത്, എന്തെങ്കിലും വേഗം വാങ്ങാം. ചില്ലി ചിക്കൻ ഫ്രാങ്കോ. വേറെന്താ ഗൈസ്? ഇതെന്താണെന്നറിയോ? ബൺ മസ്ക. സാധനമാണ് ഇത്, ബൺ മസ്ക. പക്ഷെ ഇത് അവരാക്കിയ സാധനമല്ല. ഇത് ഇവിടെ നമ്മളെ ലെഫ്റ്റ് സീറ്റിൽ അതേ സാധനം കൊണ്ടുവന്നത്. അപ്പൊ മേ ബി ഇത് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ അതെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ.
ചുമ്മാ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് വാങ്ങിയതാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങളെ അവരെവിടെയാന്ന് നോക്കി അവിടെ പോയി ട്രൈ ചെയ്യാനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല ഗൈസ്. അതുകൊണ്ട് ഇവിടെ കിട്ടിയപ്പോൾ അതെ ഇവിടെ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഇപ്പോൾ സ്വീറ്റ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ആ വിശപ്പ് സെറ്റ് ആവുമല്ലോ, അതുകൊണ്ട് മാത്രം. ചില്ലി ചിക്കൻ ഫ്രാങ്ക് 2 ചായ ഇത് കഴിക്കാം. മുക്കാൻ പോകണം അതിൽ നമുക്ക് കഴിക്കും. ബണ്ണ് ചായയിൽ മുക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, ക്രീമും കൂടെ, ക്രീം മീൻസ് ബട്ടർ ആയിരിക്കും. ബട്ടർ ക്രീം. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇവര് അതിനൊരു ബൺ മസ്ക എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ലതാണോ? ബണ്ണ് മുക്കി കഴിക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, ഞാൻ കണ്ടു കഴിച്ചു നോക്കട്ടെ ഗൈസ്. ഓക്കെ ഓക്കെ, ഇറാനി ചായയുടെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളൊരു നോർമൽ ചായയിൽ മുക്കി കഴിച്ചാൽ ഗൈസ്. അപ്പോൾ മേ ബി അത് നല്ല ആവാം. നമ്മൾ ജസ്റ്റ് ഇത് കഴിച്ച് നോക്കിയെന്നുള്ളൂ. നമ്മൾ ചായ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങി ലെഡ് സീറ്റിലാണ് നമ്മൾ ചായ കുടിച്ചത്. കാക്കനാട് ബൺ മസ്ക, എന്താ പറയാ, ട്രെൻഡിങ് ഐറ്റം. ട്രെൻഡിങ് ബൺ മസ്ക കഴിച്ചു ഗൈസ്. അപ്പൊ നമ്മളിനി നേരെ അങ്ങോട്ടേക്ക് പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് വണ്ടിയുടെ സർവീസ് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ കുറച്ച് അവിടെ എത്തിയിട്ട് പറയാം. ഇവിടെ ലൈറ്റിംഗ് ഭയങ്കര. ഇവര് വണ്ടിയുടെ സർവീസിനെ കുറിച്ച് എന്തോ കുറച്ച് പറയാനുണ്ടെന്ന്. സർവീസും സർവീസ് പോസ്റ്റും അതൊക്കെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പുതിയ വണ്ടി റോയൽ എൻഫീൽഡിന്റെ എടുത്ത ആൾക്കാർക്ക് ഇത് മേ ബി യൂസ്ഫുൾ ആയിരിക്കും. സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാം. ഇത് 1 ഇയറിന്റെ സർവീസ് ആയിരുന്നു. സോ അതിനെ കുറിച്ച് കൂടുതലാവും പറയും. നമ്മൾ ഇവിടെ ഭയങ്കര നോയ്സ് ആണ്, റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് നേരെ കാക്കനാട് പോവാം. വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് നമുക്ക് പറയാം ഗൈസ്. നമ്മൾ വി മാർട്ടിലെത്തി. ഗ്രോസറി വാങ്ങാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വി മാർട്ടിൽ വന്നു. നമ്മൾ ട്രീ ഒക്കെ വന്നു ഗൈസ്. വി മാർട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വന്ന് തുടങ്ങി. ഡിസംബർ ആയില്ലേ, ഇനി ഓൾമോസ്റ്റ് അതിന് സ്നോ. വെറൈറ്റി ആയിട്ട് സ്നോവിൻ്റെ എന്തേലും നമുക്ക് വാങ്ങി ഈ പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്യാം. ഇവരിവിടെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഗൈസ്. പതിയെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോകണം. അതിൻ്റെ വ്ലോഗ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. ബിക്കോസ് എല്ലാവർക്കും എവിടെയൊക്കെ സാധനം കിട്ടുമെന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ കാണിക്കാം ഗൈസ്. നമുക്കിപ്പോൾ വാങ്ങാൻ വന്ന സാധനം വാങ്ങാം. ഏത് ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് ക്രിസ്മസിന് നോക്കുന്നത്, അതൊക്കെ എവിടെ കിട്ടുകയെന്ന് നമ്മൾ വ്ലോഗിൽ കാണിക്കാം. നിങ്ങൾ ഏതൊക്കെ നോക്കുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. നമ്മൾ പോകുമ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യാം. അതൊക്കെ ചെക്ക് ചെയ്യാം. അതവിടെ കിട്ടുമെങ്കിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ലൈറ്റ്സ് ഒക്കെ വന്ന് തുടങ്ങി. ലൈറ്റ്സും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ. ടൊമാറ്റോ സോസ് എടുത്തല്ലേ? കിസാൻ്റെ ഉണ്ടല്ലോ ടൊമാറ്റോ സോസ്. കിസാൻ നല്ല ബോട്ടിൽ പൊട്ടുന്നതാണോ? പൊട്ടുന്ന തന്നെ നമ്മൾ കുറച്ച് മുമ്പ് എടുത്തത്. ഇത് കിസാൻ നല്ല ഇത് മാത്രം പൊട്ടുന്ന ബോട്ടിലുള്ളൂ. ഇതൊക്കെ ലോക്കൽ പ്ലാസ്റ്റിക് ബോട്ടിലാ. മരിയാസിനെ എടുക്കാം. മരിയാസ് സോസ് കുഴപ്പമില്ല, ഇതെടുക്കാം. വേറെ ഒന്നും ഇല്ലല്ലോ ചില്ലിയുടെ സോസ്. എന്തിനാ അതെ, എന്താ ആക്കാൻ പോകുന്നത് നീ സോസ് വെച്ചിട്ട്? അതുകൊണ്ട് സോസ് വാങ്ങിയിട്ട് ഫ്രൈഡ് റൈസ് ആക്കാൻ പോകുന്ന. ബദാം വാങ്ങിയിട്ടുണ്ട്. നിനക്ക് എന്താ വേണ്ട? വാൾനട്ട്. ബദാം ഇഷ്ടമില്ല. ചാവച്ച് കഴിക്കണം. ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാൻ പോകുന്നു. എന്തൊക്കെയാണ് വാങ്ങുന്നത്? വെജിറ്റബിൾസ്, ഓണിയൻ വെജീസ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഓണിയൻ, പിന്നെ ഗാർലിക് അല്ലല്ലോ, ഇതല്ലേ ക്യാപ്സിക്കം, അതൊക്കെ വാങ്ങാനുണ്ട് ഗൈസ്.
ഞാൻ കഴിക്കും. മുട്ടയുടെ ഓംലേറ്റിൻ്റെ അതിൽ ഇട്ടിട്ട് കഴിക്കും ഞാൻ. ഓനിയൻ അത്ര വെടുപ്പില്ല. അടുപ്പില്ല, കുഴപ്പമില്ല. എന്നാൽ കുറച്ച് ചേർത്താൽ മതി. വേറെ പുറത്ത് നല്ല ഷോപ്പിൽ നിന്ന് വാങ്ങണം നമുക്ക്. ഈ ക്രാൻബെറിയുടെ തൈര് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നമ്മൾ യൂഷ്വലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏതായിരുന്നു? നമ്മൾ യൂഷ്വലി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മിൽക്കി മിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ക്രാൻബെറി ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ്. എനിക്ക് അത് തൈരിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് അതുപോലെ പിന്നെ എവിടെയും തെരഞ്ഞിട്ട് കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ വിമാർട്ടിൽ കണ്ടു. എന്നാലും ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു തൈര് പാക്കറ്റ് വാങ്ങിയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമുക്കെന്നാ യോഗട്ട് എടുക്കാം. പനീർ എടുക്കണം. പനീർ എടുത്തോ. പനീരാണ് ഗൈസ് മറ്റേ വെജിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു സോഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പനീർ വാങ്ങാമെന്ന് ഓർത്തു. അല്ലല്ലോ, എനിക്കറിയില്ല. മലായ് പനീർ ക്യൂബ്സ്. എന്തായാലും പനീർ തന്നെ അത് എടുത്തോ. ഒരെണ്ണം പോരെ? ആ, എന്നിട്ട് വാങ്ങിയാൽ പോരെ. എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കി. ഈ പനീർ വെച്ചിട്ട് നമ്മൾ കൂടുതൽ വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് ആക്കി നോക്കണം. എത്ര ഗ്രാമാന്ന് നോക്ക്. എന്നാൽ രണ്ടെണ്ണം എടുത്തോ ഗൈസ്. ഇതാണ് യോഗട്ട്. ഓ, അതവള് അതിനി എടുത്ത് വെക്കാതെ കേട്ടാ. ഗ്രീക്ക് യോഗട്ടാണ് ഗൈസ്. ഇതിന് 6.5 ഗ്രാം. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയത്. ഈ ഒരു ഫ്ലേവറാണ് പ്രോബയോട്ടിക്. ഏതാ ഇത് ഫ്ലേവർ? ഏതാ? ഹണി ആൻഡ് ഫിഗ് ആണ് ഗൈസ്. ഹണിയുടെ ഫ്ലേവർ ഇങ്ങനെ മുന്നിൽ നിൽക്കും. നല്ല ടേസ്റ്റ് ആയിരുന്നു. സാധാരണ ഞാൻ മാംഗോ ഈ ബ്ലൂബെറി ഒക്കെ കഴിക്കുന്നത്. പക്ഷെ അത് വെച്ചോക്കും ഇതൊരു മൈൽഡ് ഹണി ഗ്ലേസ് ഉള്ള ഒരു നല്ലതായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഷുഗർ ഉണ്ട് കേട്ടോ. ഈ ഫ്ലേവർഡ് അല്ലാത്ത നാച്ചുറലില് വരെ ഷുഗർ ഉണ്ട്. 6.5 ഗ്രാം ഷുഗർ ഉണ്ട്. ഇതില് 12 ഗ്രാം ഷുഗർ ഉണ്ട്. 12 ഗ്രാം ഉണ്ട്. ഹണി അല്ലേ ഇത്? ഹണി എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ ഷുഗർ? ഓക്കെ, നമുക്കിത് ചാറ്റ് ജിപിടി എടുത്ത് ചോദിക്കാം. ഇത് കഴിക്കുന്നത് നല്ലതാണോ അല്ലയോ? എന്തായാലും നമുക്കിപ്പോൾ ഇതെടുക്കുക. ഇതാണോ എടുക്കുന്നത്? പ്ലെയിൻ ആണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഗൈസ്. പക്ഷെ നോക്കട്ടെ ഗൈസ്, ഒരാൾ ഫയലൊക്കെ വാങ്ങുന്നുണ്ട്. എന്താന്നൊക്കെ പതിയെ പറയാം. ഞാൻ പഠിക്കാൻ പോവാം. കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് പോയിട്ട് പുതിയ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ പോകണം ഗൈസ്. അതൊന്നല്ല സത്യം. പുതിയ കോഴ്സാണോ? അല്ല ഗൈസ്, ഇതിൻ്റെ സത്യം എന്തെന്ന് നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വ്ളോഗിൽ പറയും ഇതെന്തിനാണ് ഫയൽ നോക്കുന്നത് അല്ലേ. സർപ്രൈസ് ആണ് ഗൈസ്. കുറവാ? കുറേ ഉണ്ടല്ലോ. എത്ര എണ്ണം ഉണ്ട്? 4, 5, 6, 7, 8, 9, 10. 10 ഉണ്ടായിട്ടാണ് കുറവാന്ന് പറയുന്നത് ഇവിടെ. കുറേ സാധനങ്ങൾ പൊക്കി താഴെ ഇടല്ലേ. അത് ഫ്രണ്ടിൽ വെക്കാം. ഇന്ന് നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് കുറച്ച് സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് പോവാന്നാണ് ഓർത്തത്. പക്ഷെ വാങ്ങി വന്നപ്പോൾ 2 കവർ നിറച്ച സാധനങ്ങളായി ഗൈസ്. കാർ എടുക്കാത്തതുകൊണ്ടേ. അപ്പോൾ അത് നല്ലതാ. എന്താ വെച്ചാൽ കുറച്ച് വാങ്ങാന്ന് ഓർത്ത് 2000 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. കുറച്ചായിട്ട് വാങ്ങിയത്. അപ്പോൾ അത് തന്നെ ഇത്ര സാധനം വന്നു. എന്തായാലും ഇത് 1 മാസത്തേക്കുള്ളതല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതിനാ വേറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നേരെ നീ ഫ്ലാറ്റിലേക്ക് പോവാം. ഫ്ലാറ്റിൽ പോയിട്ട് ഞാൻ ഈ വണ്ടിയുടെ സർവീസിൻ്റെ കാര്യമൊക്കെ പറയും. ഇവിടെ ലൈറ്റും കുറവാണ്, അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ആൾക്കാർ നല്ല തിരക്കായിരുന്നു കുറച്ച് മുമ്പ്. ഗൈസ്, ഗൊറില്ല സർവീസ് ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഇതൊരു ഷോയ്ക്ക് വേണ്ടി എടുക്കാൻ പറഞ്ഞതാണ്. നമ്മുടെ വണ്ടിയുടെ 3rd സർവീസ് കഴിഞ്ഞിരിക്കുന്നു. എത്ര ആയിട്ടുണ്ടാവും? മതി, നീ ഒരു നമ്പർ ഗസ് ചെയ്തേ. ബൈക്കല്ലേ? അപ്പോൾ ബൈക്കാണ്. ഒരു സമയമില്ല. 2200 ആ ഒരു റേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. 2000 ഓക്കെ. എനിക്ക് ബില്ല് വന്നത് 3rd സർവീസിൻ്റെ ബില്ല് 4455 രൂപയാണ് ഗൈസ്.
നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസിൻ്റെ ചാർജ് നമുക്ക് വന്നത്. നോർമലി ഇതിൻ്റെ ചാർജ് വരുന്നത് 2000, നീ പറഞ്ഞില്ലേ ഒരു 2500 ആ ഒരു റേഞ്ചേ വരുള്ളൂ സാധാരണ തേർഡ് സർവീസിന്. ഇപ്പോൾ എനിക്കിതിൽ ആകെ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തു. ഇവരുടെ ഒരു പറയുന്നത് വെച്ചിട്ട് ഓയിൽ ചേഞ്ചും ക്ലെൻസർ അങ്ങനത്തെ കുറച്ച് ക്ലീനിങ്ങും ഫിൽട്ടർ ചെക്കൊക്കെയാണ് ഇതിൽ തേർഡ് സർവീസിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ബ്രേക്ക് പാഡ് തീർന്നുകൊണ്ട് അതും കൂടെ മാറേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചാർജും കൂടെ എക്സ്ട്രാ വന്നു. അതുകൊണ്ടാണ് 4000 രൂപ വന്നത്. അപ്പോൾ ബ്രേക്ക് പാഡിന് ഇതിൻ്റെ ഗൊറില്ലയുടെ ബ്രേക്ക് പാഡ് ഒരു ബ്രേക്ക് പാഡ് റിയറിൻ്റെ ബാക്കിൻ്റെ അതിന് ബ്രേക്ക് പാഡിന് മാത്രം 3000 രൂപയാണ്. മൈ ഗോഡ്. അപ്പൊ 1 ഇയർ ആയതല്ലേ ഉള്ളൂ. 1 ഇയറിൽ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരുമോ? 1 ഇയറിൽ എനിക്കറിയില്ല. 1 ഇയറിൽ ബ്രേക്ക് പാഡ് മാറ്റണം ഞാൻ ചോദിച്ചായിരുന്നു ആളുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞത് 5000 കിലോമീറ്ററിലാണ് സാധാരണ ബ്രേക്ക് പാഡ് മാറ്റുന്നത്. അപ്പോൾ ഇത് 4500 എന്തോ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ചില വണ്ടിക്ക് ഓരോ ഇതുപോലെ ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ബാക്ക് ബ്രേക്ക് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരുന്നു. പിന്നെ ട്രാഫിക്കിലും പിന്നെ സിറ്റി യൂസ് അങ്ങനെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചാർജ് വന്നത് നോർമലി വരുന്നത് 2500 ആ റേഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര വന്നു ഗൈസ്. ദിസ് ഇസ് ദ തേർഡ് സർവീസ് ചാർജ് ഫോർ ഗൊറില്ല 450. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സർവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയാണോ ആയത്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ആയിട്ടുണ്ടായിരുന്നോ, അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഇത്രയാണ് ആയി ഗൈസ്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആൾക്കാർ ഇത് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു കറക്റ്റ് ഒരു തേർഡ് സർവീസിനാവുന്ന ഒരു ചാർജ് ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. എനിക്ക് വേറെ ഒന്നും അവരുടെ അടുത്ത് ഇനി ചെക്ക് ചെയ്യാനില്ല. ഞാൻ ജസ്റ്റ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് പാഡിന് 3000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്കറിയില്ല. ഇത് ഇത്ര തന്നെയാണോ ആവുന്നതെന്ന് എനിക്കറിയില്ല. പറയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഗൈസ്. പിന്നെ നീ തേർഡ് സർവീസിന് പോയപ്പോൾ ബാക്ക് റെസ്റ്റിൻ്റെ ചോദിച്ചായിരുന്നോ? ബാക്ക് റെസ്റ്റ് ഞാനത് നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ബാക്ക് റെസ്റ്റ് ഗൊറില്ലയ്ക്ക് വരുന്നില്ല, കമ്പനിയിൽ നിന്ന് റോയൽ എൻഫീൽഡിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ നമുക്കിനി വെക്കണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റേ വെക്കാൻ പറ്റുള്ളൂ. അതിനി വാങ്ങിയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ. സോറി ഫോർ യുവർ ബാക്ക് റെസ്റ്റ്. പാവം കൊച്ചിന് ബാക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങാൻ വേണ്ടി പോയതാണ്, നടന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡേ. സോ വണ്ടിയുടെ സർവീസ് എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടിയും തീർന്ന് അല്ലേ. അപ്പോൾ വണ്ടി ഇതാണ് ഗൈസ് ആഫ്റ്റർ വാഷ് ആൻഡ് ആഫ്റ്റർ സർവീസ് ലുക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാറ്റിയ സാധനങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റൂല. നമുക്ക് ബ്രേക്ക് പാഡൊക്കെ മാറ്റിയിട്ടുണ്ട്, അപ്പോൾ അതൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. വണ്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഡേ. നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ. ഇതാണ് ഗൈസ് ഫുൾ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ഒരു വ്ളോഗിൽ നമുക്ക് കാണാം. അടുത്ത ഏതെങ്കിലും ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻസ് ആണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഉള്ള വ്ളോഗ്സ് നമ്മൾ കൂടുതൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്ത ഗൊറില്ല 450. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്. See you.